നമസ്കാരം. കൗമുദി ടിവിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരു കാപ്പി കുടിക്കൂ എന്ന് പറയുമ്പോൾ കാപ്പിയും കാപ്പിപ്പൊടിയും ഉണ്ടായി വരുന്ന വഴികളെക്കുറിച്ച് നാം പലപ്പോഴും ഓർക്കാറില്ല. പാലും പഞ്ചസാരയും മാത്രമല്ല, കാപ്പിപ്പൊടി കൂടി ചേർന്നാലേ ഒരു പ്രഭാതം പൂർണ്ണമാകുകയും. എന്തായാലും പേരറിയാത്ത ഒരു ഉന്മാദത്താൽ നമ്മെ പുണരാൻ കാപ്പിക്ക് കഴിയുന്നുണ്ട്. കാപ്പി ഉണ്ടായി വരുന്ന കഥകൾ തേടി ഞങ്ങൾ വാഗമണ്ണിലേക്ക് യാത്രയാവുകയാണ്. മൊട്ടക്കുന്നിൻ്റെയും പൈൻമരങ്ങളുടെയും താഴ്വാരത്തിൽ നിന്നും ചില എസ്റ്റേറ്റുകളിലേക്ക് കാപ്പിയുടെ കഥ കാണാം. ഹരിതം സുന്ദരം. വാഗമണ്ണിലെ പ്രകൃതിക്ക് അതിൻ്റേതായ ഒരു ഭംഗിയുണ്ട്. ഇവിടുത്തെ കാപ്പിത്തോട്ടങ്ങൾക്കുള്ളതുപോലെ തന്നെ വലിയൊരു ഭംഗി തന്നെയാണ് ഈ പ്രകൃതിക്കുള്ളത്. ഇപ്പോൾ മണി ഏതാണ്ട് 7:30 ആയിട്ടേ ഉള്ളൂ. കോടമഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞു. കോടമഞ്ഞിനെ സാധാരണ തടഞ്ഞു നിർത്തുന്നത് വൃക്ഷങ്ങളാണ്. മൊട്ടക്കുന്നുകളിൽ വൃക്ഷങ്ങളില്ല എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. കോടമഞ്ഞിൻ്റെ വിലോലമായ യവനികയ്ക്കുള്ളിലൂടെയാണ് ഈ ഒരു യാത്ര. പ്രകൃതിയുടെ ഈ കുളിർ ആസ്വദിച്ചുള്ള ഒരു യാത്രയ്ക്ക് ഒരു പ്രത്യേക സുഖം തന്നെയുണ്ട്. കാപ്പിയുടെ ചരിത്രത്തിന് ഒരു ജനതയുടെ ചരിത്രവുമായി വലിയ ബന്ധമുണ്ട്. ക്രിസ്തുവർഷം 1500കളിലാണ് കാപ്പി ഉദയം കൊണ്ടത്. വിവിധ രാജ്യങ്ങൾ കാപ്പിയുടെ ജന്മദേശം എന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും എത്യോപ്യയാണ് കാപ്പിയുടെ ജന്മദേശം എന്ന് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. തെക്കേ അമേരിക്ക, ബ്രസീൽ, കരീബിയൻ, ജാവ ദ്വീപുകളിൽ വ്യാപിച്ച് കാപ്പി ഒടുവിൽ ഇന്ത്യയിലുമെത്തി. കേരളത്തിൽ കാപ്പി എത്തിയതും ചിക്കമംഗളൂരിൽ നിന്ന് തന്നെ. ലോകത്ത് കാപ്പിയുടെ ശാസ്ത്രനാമം കോഫിയ പാനിഫോറ എന്നതാണ്. കൊഫീനാണ് ഇതിലെ പ്രധാനപ്പെട്ട ഉത്തേജകം. ഏതാണ്ട് 1.4 മുതൽ 5% വരെ ഉത്തേജകം നാം ഇന്ന് കാണുന്ന കോഫിയ പാനിഫോറ എന്ന കാപ്പിയിലുണ്ട്. അതിനേക്കാൾ രസകരമായ മറ്റൊരു സംഗതിയുണ്ട്. ലോകത്ത് നടക്കുന്ന വാണിജ്യ വിനിമയങ്ങളിൽ ഏതാണ്ട് 50% കാപ്പിയുമായി ബന്ധപ്പെട്ടതാണ് എന്നുള്ളതാണ്. മഞ്ഞിൽ വിരിഞ്ഞു നിറയാൻ ഇലകളെ കൊണ്ട് മേനി പുതപ്പിച്ചാണ് ഓരോ കാപ്പിച്ചെടിയും അഴക് കാട്ടി വിടർന്നു നിൽക്കുന്നത്. കേരളത്തിലെ കാപ്പിച്ചെടികളിൽ ഏതാണ്ട് 80% റോബസ്റ്റ എന്ന ഇനമാണ്. ഇലകൾക്ക് നല്ല വീതിയുള്ള ഇനമാണ് റോബസ്റ്റ. എന്നാൽ കുറുകിയ ഇലകളുമായി അറബിക്കാപ്പിയും കാവേരി കാപ്പിയും കൂട്ടത്തിലുണ്ട്. റോബസ്റ്റയും കാവേരിയും തമ്മിലുള്ള സങ്കരം മികച്ച ഇനമാണെന്ന് പൊതുവെ കരുതപ്പെടുന്നു. കാപ്പിയുടെ ഒരു വിളവെടുപ്പ് കാലം ഹൈറേഞ്ചിൽ ഉത്സാഹഭരിതമാണ്. പുലർക്കാലത്തെ മഞ്ഞിലാണ് വിളവെടുപ്പ്. ശാരദയും ജയന്തിയും സിന്ധുവും എസ്റ്റേറ്റിൽ കാപ്പി വിളവെടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. നിറയെ പൂത്ത് മറിഞ്ഞ് തിരിതെറുത്ത് പൂത്തു നിൽക്കുന്ന ഒരു കാപ്പി ചെടിയാണിത്. പഴുത്തു നിൽക്കുന്ന കായ്കൾ പൊഴിച്ചെടുക്കുന്ന ഒരു വിദ്യയിലാണ് അവർ നിൽക്കുന്നത്. ഏതൊരു കാപ്പിച്ചെടിയുടെയും ചുവട്ടിൽ ആദ്യം ഒഴിഞ്ഞു വീഴുന്ന കാപ്പിക്കുരു ശേഖരിക്കുവാൻ വേണ്ടിയുള്ള ഒരു പായ വിരിക്കുക എന്നൊരു രീതി അനുവർത്തിക്കുന്നുണ്ട്. ഇവിടെ തൽക്കാലം പ്ലാസ്റ്റിക് ചാക്കുകൾ കൂട്ടിക്കെട്ടി പായ പോലെ ആക്കിയ ഒരു വിരിയാണ് വിരിച്ചിരിക്കുന്നത്. കൈകൊണ്ട് ശിഖരങ്ങളിൽ കൂടെ കാപ്പിയെ വലിച്ച് ഊരിയാണ് പഴുത്ത കാപ്പിയെ താഴോട്ട് വീഴിക്കുന്നത്. താഴോട്ട് അഥവാ പൊഴിഞ്ഞു വീഴുന്ന കാപ്പിയെ താഴെ ശേഖരിക്കുമെങ്കിലും കാപ്പി അരയിൽ തന്നെ ശേഖരിക്കാൻ വേണ്ടി പ്ലാസ്റ്റിക് സഞ്ചി കൊണ്ട് തന്നെ ഉണ്ടാക്കിയ ഒരു ഉറയുമായിട്ടാണ് ഈ ശാരദയും ജയന്തി സിന്ധുവും ഒക്കെ ഇന്നിവിടെ എത്തിയിരിക്കുന്നത്. കാപ്പി ഊരിയെടുത്തിട്ട് ശിഖരങ്ങളിൽ നിന്ന് ഊരിയെടുത്ത് നേരെ അരയിലെ ഉറയിൽ നിക്ഷേപിക്കുകയാണ് രീതി. ഇങ്ങനെ ഊരുമ്പോൾ അഥവാ താഴേക്ക് പൊഴിഞ്ഞു വീഴുന്ന കാപ്പി ശേഖരിക്കുവാൻ വേണ്ടിയാണ് താഴെ വിരിച്ചിരിക്കുന്നത്. ഇനി മറ്റൊരു രീതി കൂടിയുണ്ട്. ഇപ്പോൾ ശാരദ ഈ കാപ്പിച്ചെടിയുടെ മുകളിൽ ഒരു ഏണിയുടെ സഹായം പോലും ഇല്ലാതെ അതിസാഹസികമായ ഉയരങ്ങളിൽ കയറിയിരിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പഴുത്ത കാപ്പിക്കുരുവിനെ പൊഴിച്ച് താഴേക്കിടുന്ന രീതിയാണ് അനുവർത്തിക്കുന്നത്. എന്തായാലും 3 പേർ ചേർന്ന് ഏതാണ്ട് 30 മിനിറ്റിനുള്ളിൽ തന്നെ മുഴുവൻ പഴുത്തു നിൽക്കുന്ന കാപ്പി പഴങ്ങളും പൊഴിച്ചും ശേഖരിച്ചും ഈ പ്രക്രിയ പൂർത്തിയാക്കും എന്നാണ് നാം കരുതുന്നത്. കാപ്പിയരി മുളപ്പിക്കുന്നതിന് അതിൻ്റേതായ തന്ത്രങ്ങളുണ്ട്. ഏതാണ്ട് 3 മുതൽ 4 വർഷം വരെയാവുന്ന വലിയ കാപ്പി ചെടി വിളവെടുക്കുമ്പോൾ മൂത്ത് പഴുത്ത പഴങ്ങൾ പുറത്തു കിട്ടും.
ചുവപ്പും വയലറ്റും വർണ്ണത്തിലുള്ള പഴുത്ത കാപ്പിപ്പഴങ്ങളിൽ നിന്നാണ് മുളപ്പിക്കുവാനുള്ള കാപ്പിയരി പുറത്തെടുക്കുക. തൊലി നീക്കി കാപ്പിയരി എടുക്കുന്ന പഴയ പരമ്പരാഗത രീതി വിട്ട് ഇപ്പോൾ എല്ലാം യന്ത്രത്തിൻ്റെ സഹായത്തോടെയായി. വിളവെടുത്ത പഴുത്ത കാപ്പിയരി 2 ദിവസം വെള്ളത്തിലിട്ട ശേഷം അള്ളറുകളിൽ കയറ്റിയാണ് തൊലി നീക്കം ചെയ്യുക. തൊലി നീക്കം ചെയ്ത കാപ്പിയരിക്ക് ചില പ്രത്യേക പരിപാലനം കൂടിയുണ്ട്. കാപ്പിയരി ചാരത്തിൽ മുക്കി 2-3 ദിവസം സൂക്ഷിക്കും. ഓരോ മഞ്ഞുകാലത്തും കാപ്പിയിൽ ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതറിയണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എസ്റ്റേറ്റ് സൂപ്രണ്ട് ശ്രീ അഭിലാഷ് നമ്മോട് സംസാരിക്കുന്നു. സ്വാഗതം ചെയ്യാം. നമസ്കാരം അഭിലാഷ്. നമസ്കാരം. അഭിലാഷ്, ഒരു കാപ്പി ചെടിയുടെ ആയുസ് എത്ര നാളാണ്? നമുക്കിവിടെ ഏകദേശം ഒരു 40 മുതൽ 50 വർഷം വരെ ആയുസ് കിട്ടുന്നുണ്ട്. നമ്മളൊരു 35-40 വർഷം ആകുമ്പോഴേക്കും അതൊരു ഒരടി ഉയർത്തി വെച്ച് കട്ട് ചെയ്ത് പിന്നെ അതിൽ നിന്നും വേറെ മുള വന്ന് ആ കാപ്പി പുതുക്കി എടുക്കുന്ന ഒരു സമ്പ്രദായം അനുവർത്തിക്കുന്നുണ്ട്. ഓരോ വർഷവും പുതിയ കാപ്പി തൈകൾ നടുവാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളുണ്ടോ? തീർച്ചയായിട്ടും. അതായത് നന്നായിട്ട് ക്രോപ്പുള്ള ഇനങ്ങൾ നോക്കി, നല്ല കാപ്പി നോക്കി സെലക്ട് ചെയ്ത് അതിൽ നിന്നും ഏറ്റവും ഉൽപ്പാദനം കൂടുതലായിട്ടുള്ള, അതായത് നമ്പർ ഓഫ് എണ്ണത്തിൽ വർധനമുള്ള മണികൾ പിടുത്തമുള്ള ആ ഒരു ഇത് എടുത്തിട്ട് നമ്മളത് അതിൻ്റെ പഴുത്ത തൊലി നീക്കം ചെയ്ത് ഈ പരിപ്പ് 2 പരിപ്പായിരിക്കും ഒരു കാപ്പിക്കുരുവിനകത്ത് സാധാരണയായി കണ്ടുവരുന്നത്. അത് നമ്മൾ ചാരത്തിലോ മറ്റോ ഒക്കെ ഒരു ഉരുട്ടിയെടുത്ത് തണുപ്പുള്ള സ്ഥലത്ത് തണലിൽ ഉണക്കിയെടുത്ത് അത് ഒരു മണ്ണ് കൊണ്ടുണ്ടാക്കിയ ബെഡിൽ ഇങ്ങനെ തിരിച്ച് വെച്ച് പാകി മുളപ്പിച്ചാണ് എടുക്കുന്നത്. ഒരു 2 ഇലയൊക്കെ ആയി കഴിയുമ്പോഴേക്കും അത് നമ്മൾ അവിടുന്ന് പറിച്ചെടുത്ത് ചെറിയ പോളിത്തീൻ ബാഗുകളിലേക്ക് മാറ്റും. പിന്നീട് ഏകദേശം ഒരു 4 ഇലയൊക്കെ ആയിട്ട് വന്ന ശേഷം അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ചെറിയ ചാണകപ്പൊടിയോ അങ്ങനെയുള്ള വളങ്ങൾ, ചെറിയ ജൈവവളങ്ങളൊക്കെ ചേർത്ത് കൂടുതൽ പരിപോഷിപ്പിച്ച് ഒരു വർഷം കൊണ്ടാണ് അത് നമ്മൾ നടിയിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 3 മുതൽ 4 വർഷം എത്തുമ്പോഴേക്കും കാപ്പിച്ചെടിയിൽ നിന്നും വിളവെടുക്കാം. വർഷത്തിൽ 2 പ്രാവശ്യമാണ് വിളക്കൊയ്ത്ത്. ജനുവരി ഫെബ്രുവരി മാസത്തിൽ മഞ്ഞുകാലം കഴിഞ്ഞ് ആദ്യത്തെ വേനൽ മഴ ലഭിക്കുന്നതോടെ കാപ്പി പൂവിട്ട് തുടങ്ങും. കൂട്ടം കൂട്ടമായി പൂക്കുന്ന കാപ്പിച്ചെടികൾ സുഗന്ധപൂരിതമായ അന്തരീക്ഷമാണ് ഉണ്ടാക്കുക. കാപ്പിപ്പൂക്കൾക്ക് ഒരു ഉന്മാദ ഗന്ധമുണ്ട്. തുടർന്ന് 2 ആഴ്ച കഴിഞ്ഞ് വേനൽ മഴ കിട്ടുന്നതോടെ പൂവുകൾ കായാവാൻ തുടങ്ങും. ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു മഴ കിട്ടുന്നത് കാപ്പിക്ക് നല്ലത് തന്നെ. റോബസ്റ്റ കാപ്പിക്ക് പൊതുവെ 24 മുതൽ 28 ഡിഗ്രി അന്തരീക്ഷ ഊഷ്മാവാണ് നല്ലത്. വർഷത്തിൽ കുറഞ്ഞത് 40 സെന്റിമീറ്ററെങ്കിലും മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലെ കാപ്പി വളരൂ എന്ന് അനുഭവങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. ഒരു കാപ്പിയിൽ നിന്നും ഒരു വിളക്കാലത്ത് കുറഞ്ഞത് 25 കിലോയെങ്കിലും പച്ച കാപ്പിക്കുരു പറിച്ചെടുക്കാം. അത് ഉണങ്ങുന്നതോടെ 10 കിലോയായി മാറും. കാപ്പിക്ക് ജൈവവളം വളരെ പ്രധാനമാണ്. വർഷത്തിൽ 1-2 പ്രാവശ്യം വളം ചെയ്യുന്ന കർഷകരുണ്ട്. രാസവളവും ഫാക്ടംബോസും പൊട്ടാഷ്യമൊക്കെ ചേർന്ന രാസവളം വർഷത്തിൽ 2 പ്രാവശ്യം നൽകാം. ചാണകവും വേപ്പിൻ പിണ്ണാക്കും ചേർന്ന ജൈവവളം കൂടാതെ തന്നെ രാസവളവും വർഷത്തിൽ 2 പ്രാവശ്യം നൽകുന്നുണ്ട്. ഫാക്ടംബോസും പൊട്ടാഷും ചേർന്നതാണ് രാസവളത്തിന്റെ മിശ്രിതം. ഫാക്ടംബോസ് 3ഉം പൊട്ടാഷ് 1ഉം എന്ന അനുബന്ധത്തിലാണ് കാപ്പിച്ചുവട്ടിൽ വളം നിക്ഷേപിക്കുക. കാപ്പി ഇന്ന് നാം കാണുന്ന പരുവത്തിലേക്ക് എത്തുന്നതിന് ഒത്തിരി പ്രക്രിയകൾ കടന്നു വരേണ്ടതുണ്ട്. കാപ്പി വ്യവസായം ലോകമെമ്പാടും വ്യാപിച്ചതോടെ യന്ത്രസഹായത്താലുള്ള സൗകര്യങ്ങളാണ് എങ്ങുമുള്ളത്. മൂത്തുപഴുത്ത കാപ്പിക്കുരുവിന് ചുവപ്പും വയലറ്റും വർണ്ണമാണ്. പഴുത്ത കാപ്പിക്കുരു പറിച്ചെടുത്താൽ 2 ദിവസം വെള്ളത്തിലിട്ട് പരുവപ്പെടുത്തും. തുടർന്ന് അള്ളറിലാണ് അതിൻ്റെ തൊലി നീക്കം ചെയ്യുക. അള്ളർ എന്ന യന്ത്രത്തിലൂടെ കാപ്പിക്കുരുവിൻ്റെ തൊലി നീക്കം ചെയ്താൽ അരി യാർഡിലേക്കാണ് നേരെ പോവുക. യാർഡിന് പരമ്പരാഗത രീതിയിൽ കാപ്പിക്കളം എന്നാണ് പറയാറ്. സിമന്റ് പാകിയ നിലത്ത് നേരിട്ട് സൂര്യപ്രകാശം പതിക്കുന്നിടമാണ് കാപ്പിക്കളം. കാപ്പിക്കളത്തിൽ കാപ്പിക്കുരു നിരത്തിയിടും. ഇതിനും ഒരു കനമുണ്ട്. കുറഞ്ഞത് 2 ഇഞ്ച് കനത്തിലാണ് കാപ്പിയുടെ നിരത്ത്. നിരത്തിക്കഴിഞ്ഞാൽ കാപ്പിക്കുരുവിൻ്റെ ഇടയിൽ വീഴുന്ന പൊട്ടും പൊടിയുമൊക്കെ നീക്കം ചെയ്യണം. ഏതാണ്ട് 2 ആഴ്ച വെയിൽ തട്ടുന്നതോടെ കാപ്പിക്കുരു പൂർണ്ണമായും ഉണങ്ങിക്കഴിയും. ഉണങ്ങിയ കാപ്പിക്കുരു ചാക്കുകളിലാക്കി നേരെ മില്ലിലേക്കാണ് പോവുക. പരമ്പരാഗത രീതിയിൽ ഹൈറേഞ്ചിൽ മില്ല് നടത്തുന്ന ഒരിടത്തേക്ക് ഞങ്ങൾ ചെന്നു. മില്ലിലെ കാഴ്ചകൾ വ്യത്യസ്തമാണ്.
കാപ്പിക്കുരുവിനുള്ളിൽ 2 പരിപ്പുകളാണുള്ളത്. കാപ്പിത്തോട് പൂർണ്ണമായും നീക്കിയാലേ ഇവ പുറത്തു വരൂ. അതിനായി അള്ളറിന്റെ സഹായമാണ് ഇവിടെയും തേടുന്നത്. അള്ളർ അരമണിക്കൂർ പ്രവർത്തിക്കുന്നതോടെ ഒരു ചാക്ക് കാപ്പിക്കുരു പൂർണ്ണമായും തോടുമാറി പരിപ്പായി പുറത്തെത്തും. കാപ്പിത്തൊണ്ട് ഒരു വളമാണ്. വലിയ വളത്തിന്റെ ചേരുവകളായി കാപ്പിത്തൊണ്ട് കൊണ്ടുപോകുന്ന അന്താരാഷ്ട്ര കമ്പനികളുണ്ട്. കാപ്പി പരിപ്പായി എത്തിയാൽ പിന്നീട് അത് ഡ്രയറിൽ ഉണക്കുകയാണ് രീതി. കുത്തി പരിപ്പെടുത്താൽ വറുത്തെടുക്കുന്ന പരമ്പരാഗത രീതി തന്നെയാണ് ഇവിടെ സ്വീകരിക്കുന്നത്. വറുത്ത് പരുവമെത്തുന്ന കാപ്പിയുടെ പരിപ്പ് പുറത്തെടുത്താൽ പൊടിക്കാൻ പാകമായി. നന്നായി വറുത്ത് ജലാംശം നഷ്ടപ്പെട്ടാൽ പിന്നെ കാപ്പിപ്പരിപ്പ് പൊടിഞ്ഞ് കാപ്പിയാവുവാൻ നിമിഷങ്ങൾ മതി. മിക്സർ ആ ജോലി ഭംഗിയായി നിർവഹിച്ചോളും. കാപ്പിപ്പരിപ്പ് പൊടിയുന്നതോടെ സുഗന്ധമുള്ള കാപ്പിപ്പൊടിയായി മാറും. ഇതിനെയാണ് ശുദ്ധമായ കാപ്പിപ്പൊടി എന്ന് പറയുക. എന്നാൽ വിപണിയിൽ നാം കാണുന്ന കാപ്പിപ്പൊടി പലപ്പോഴും അനുബന്ധ ചേരുവകൾ കൂടിയുള്ളതാണ്. വിവിധ രുചികളിൽ ചിക്കറി ഉൾപ്പെടെയുള്ള അനുബന്ധ ചേരുവകൾ കാപ്പിപ്പൊടിയിൽ ചേരുന്നതോടെ വാണിജ്യ താൽപ്പര്യങ്ങൾക്ക് അവസരമായി. ലോകവിപണിയിൽ കാപ്പിയിൽ തന്നെ വലിയ മത്സരമുണ്ട്. കാപ്പി രുചി പരീക്ഷിക്കുവാൻ ടേസ്റ്റേഴ്സിനെയും വലിയ കമ്പനികൾ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ രുചി ചേരുവകൾ കാപ്പിയിൽ ചേർക്കുന്നതിനും ചില അന്താരാഷ്ട്ര നിബന്ധനകളുണ്ട്. ഇവയൊക്കെ 49% എന്ന അളവ് വരെ മാത്രമേ ആകാവൂ എന്ന് പ്രത്യേക നിഷ്കർഷയുമുണ്ട്. ഒരു മനുഷ്യായുസാണ് കാപ്പിക്കുമുള്ളത്. 50 വർഷം മുതൽ അത് 70 വർഷം വരെയാകാം. ആയുസെത്തുമ്പോഴും കാപ്പി ചില സംഭാവനകൾ നൽകുന്നുണ്ട്. കാപ്പിയുടെ ശിഖരങ്ങൾ ഉൾപ്പെടെയുള്ള കാണ്ഡം ശില്പമാതൃകയിലാണ്. ടീപ്പോകളും ഡൈനിങ് ടേബിളുമൊക്കെ പണിയാനായി തടി നൽകുന്നതും ഈ ചെടി തന്നെ. കാൽഡി എന്ന് കടലിനക്കരെ അറിയപ്പെടുന്ന കാപ്പിയുടെ ഉന്മാദലഹരി പ്രസിദ്ധമാണ്. തിയോബ്രോമിൻ എന്ന ഘടകമുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ഞരമ്പുകളെ ഉത്തേജിപ്പിക്കുന്ന ദിവ്യ ഔഷധം കൂടിയാണ് കാപ്പി. കാപ്പിയുടെ ഒരു വിളവെടുപ്പ് കാലം അത് ഏത് സീസണാണ്, ഏത് മാസത്തിലാണ് കാപ്പി വിളവെടുക്കുക? കാപ്പി സാധാരണഗതിയിൽ നമ്മുടെ ഇവിടെ കേരളത്തിൽ നമ്മുടെ ഇടുക്കി ഹൈറേഞ്ച് മേഖലയിലൊക്കെ എന്ന് പറയുന്നത് ഒരു നവംബർ ലാസ്റ്റ് മുതൽ ജനുവരി അവസാനം വരെയുള്ളൊരു ടൈമിലായിരിക്കും. ഒരു നന്നായി പരിപാലിക്കുന്ന ഒരു കാപ്പിച്ചെടിയിൽ നിന്നും ഏകദേശം എത്രത്തോളം വിളവ്, എത്ര കിലോ വിളവ് നമുക്ക് കിട്ടും? ഏകദേശം പച്ചയ്ക്കാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 30 കിലോയോളം കിട്ടും. അത് നമ്മൾ ഉണങ്ങി എടുത്തു കഴിയുമ്പോഴേക്കും ഏകദേശം ഒരു 12 കിലോ 13 കിലോ 3-1 ചുരുങ്ങും. ഇപ്പോൾ ഇപ്പം അഭിലാഷിൻ്റെ ഒരു അനുഭവത്തിൽ നമ്മുടെ ഒരു കാലാവസ്ഥയ്ക്ക്, അത് കേരളത്തിലെ ഒരു കാലാവസ്ഥ, ഇപ്പോൾ ഇടുക്കി പോലെ ഏതാണ്ട് 24 ഡിഗ്രിയും മറ്റു ക്ലൈമറ്റിൽ താപനിലയൊക്കെ ഉള്ള സ്ഥലത്ത് മാത്രമേ കാപ്പി വളരുകയുള്ളൂ. അല്ല താഴെ സമതലത്തിൽ കൊണ്ടുവച്ചാൽ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ? നമ്മുടെ ഈ കാപ്പിയുടെ ഒരു ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഈ ഹൈറേഞ്ച് പോലുള്ള കാലാവസ്ഥയാണ് കൂടുതൽ നല്ലത്. എന്നാലും കോട്ടയം ജില്ലയിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാപ്പി, കാഞ്ഞിരപ്പള്ളി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കാപ്പി കൃഷിയുള്ളവരുണ്ട്. ഇപ്പോൾ നന്നായി പരിപാലിച്ചാൽ ഏകദേശം 30 കിലോയോളം വിളവ് ഒരു സീസണിൽ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഏകദേശം 40-50 വർഷത്തോളം തന്നെ കാപ്പിച്ചെടിക്ക് ആയുസ്സുമുണ്ട്. അപ്പോൾ കാപ്പിയുടെ ഒരു വിപണി കേരളത്തിൽ സജീവമാണോ, അതല്ലെങ്കിൽ ഏജൻറ്റുമാരാണോ ഈ വിപണി കൈയടക്കിയിരിക്കുന്നത്? കാപ്പിയുടെ വിപണി കേരളത്തിൽ സജീവമായിട്ട് തന്നെയുണ്ട്. അതിനുള്ള മാർക്കറ്റ് ചെയ്യാനുള്ള വ്യാപാര സ്ഥാപനങ്ങൾ നമ്മുടെ ഹൈറേഞ്ചിൽ തന്നെയുണ്ട്. അതുപോലെ തന്നെ പിന്നെ കയറ്റുമതി ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിക്കമംഗളൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ അങ്ങനെയുണ്ട്. ഒരേ സമയം രസകരവും കൗതുകരവുമാണ് കാപ്പിയുടെ വിളവും പരിപാലനവും. ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ, അതായത് മൺസൂൺ തീരുന്ന മുറയ്ക്കാണ് കാപ്പി പൂക്കുന്നത്. പ്രപഞ്ചമാകെ സുഗന്ധപൂരിതമാകുന്ന ഒരനുഭവമാണ് കാപ്പി പൂക്കുമ്പോൾ ഉണ്ടാവുക. എന്നാൽ കാപ്പിയെ ഇങ്ങനെ 40 മുതൽ 50 വർഷം വരെ നിലനിർത്തണമെങ്കിൽ ചില പരിപാലന രീതികൾ കൂടിയുണ്ട്. പ്രൂണിങ് അഥവാ കൊമ്പ് കോതൽ കാപ്പിക്ക് പ്രധാനമാണ്. ഇടുക്കി, തമിഴ് മേഖലകളിൽ പലപ്പോഴും ചില പ്രത്യേക പദങ്ങളാണ് ഇതിനുവേണ്ടി ഉപയോഗിക്കുക. കാപ്പി കവാത്ത് എന്നാണ് ചില ഇടങ്ങളിൽ പറയുക. എന്തായാലും കവരം കോതൽ നടത്തുന്നതിന് പ്രത്യേക വൈദഗ്ധ്യം ആവശ്യമുണ്ട്. ഒന്നാമതായി കാപ്പിയുടെ വേണ്ടാത്ത ഭാഗങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ചിലപ്പോൾ ഒരു ശിഖരത്തിൽ നിന്ന് പൊട്ടിമുളയ്ക്കുന്ന 4-5 മുളകൾ അഥവാ ഷൂട്ടുകൾ ഉണ്ടാവും. ഇതിൽ ശക്തി കുറഞ്ഞ ഷൂട്ടുകളെ മുറിച്ചു കളയുക എന്നുള്ളതാണ് കവാത്തിൻ്റെ അല്ലെങ്കിൽ പ്രൂണിങ്ങിൻ്റെ പ്രധാനപ്പെട്ട രീതി. അതുപോലെ തന്നെ കാപ്പിക്ക് പ്രകാശം വളരെ പ്രധാനമാണ്. മഴയും മഞ്ഞും പോലെ തന്നെ കാപ്പിയുടെ വിളവിന് വലിയ പ്രാധാന്യം ഉള്ള ഒന്നാണ് പ്രകാശം. സൂര്യപ്രകാശം കാപ്പിയുടെ ഉച്ചിയിൽ, അതായത് ഏറ്റവും മുകളിലുള്ള ശിഖരത്തിൽ വീഴുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലപ്പോഴും ഇലകളും ശിഖരങ്ങളുമായി വന്ന് മൂടി പോകുന്ന ഈ മുകൾ ഭാഗം
വല്ലപ്പോഴും തെളിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. പ്രൂണിംഗ് സമയത്താണ് ഇത് ചെയ്യുക. ഏതാണ്ട് 9 ഇഞ്ച് വ്യാസത്തിൽ അടയുന്ന മുകൾ ഭാഗം മുറിച്ച് പ്രകാശം തട്ടത്തക്ക വിധത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് പ്രൂണിങ്ങിലെ രീതി. അതോടൊപ്പം തന്നെ നച്ചുവാതുകൾ, അതായത് ശക്തി കുറഞ്ഞ മുളകൾ മുറിച്ച് കളയുക, മറ്റൊന്ന് ഉണക്ക ശിഖരങ്ങൾ മുറിച്ച് കളയുക, മറ്റൊന്ന് അടിയിലുള്ള വളർച്ച കൂടിയ ചില ഭാഗങ്ങൾ, അതായത് കാപ്പി പൂക്കാത്ത, കാപ്പി കായ്ക്കാത്ത ചില ശിഖരങ്ങൾ മുറിച്ച് കളയുക. ഇത് മൂന്നും പ്രൂണിംഗ് സമയത്ത് തന്നെയാണ് നിർവഹിക്കപ്പെടുക. വർഷത്തിൽ 1-2 പ്രൂണിംഗ് ആവാം. മിക്കവാറും മഴക്കാലത്താണ് പ്രൂണിംഗ് അനുവർത്തിക്കുക. കാപ്പിയുടെ റീപ്ലാന്റിങ്ങിലും പ്രൂണിംഗ് വളരെ പങ്കുവഹിക്കുന്നുണ്ട്. തറയിൽ, അതായത് ഭൂമിയുടെ മണ്ണിൽ നിന്ന് ഏകദേശം 9 ഇഞ്ച് ഉയരത്തിൽ ഏതാണ്ട് പ്രായപൂർത്തിയായ കാപ്പി മുറിച്ച് കളയുമ്പോൾ കുറച്ച് ശിഖരങ്ങൾ മുളവൊട്ടാറുണ്ട്. കാപ്പി ചെടി മൊത്തത്തിൽ മുറിച്ച് കളഞ്ഞ് പുതിയവ നടുന്നതിന് പകരം അനുവർത്തിക്കാവുന്ന മറ്റൊരു രീതി കൂടിയാണിത്. ഏതായാലും പ്രൂണിങ് കാപ്പിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. കൊമ്പുകോതൽ അഥവാ കവാത്ത് തന്നെയാണ് ഇതിലെ പ്രധാനപ്പെട്ട ഒരു കലയായി കാപ്പിയിൽ മാറുന്നത്. നമ്മുടെ മുന്നിൽ കാപ്പിയുടെ ശിഖരങ്ങൾ മുളപൊട്ടി ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്. നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിൽ കാപ്പി നല്ല രീതിയിൽ ഏതാണ്ട് ഒരു മുകളാഗ്രത്തിൽ തന്നെ കാപ്പി നല്ല രീതിയിൽ കുലച്ച് മറയുന്ന ഒരു ശിഖരമാണിത്. സ്വാഭാവികമായും ഇതിൽ ശക്തിയേറിയ ഒരു ശിഖരമാണ്. ഒരിക്കലും ഇതൊരു നച്ചുവാത് അഥവാ ശക്തി കുറഞ്ഞ ശിഖരമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് മുറിച്ച് മാറ്റേണ്ട ആവശ്യമില്ല. എന്നാൽ ശക്തി കുറഞ്ഞ പല ഷൂട്ടുകളും മുറിച്ച് മാറ്റിയിട്ടുണ്ട്. വീണ്ടും അവിടെ നിന്നും നല്ല ഷൂട്ട്, അതായത് നല്ല മുകുളം മുളച്ച് ശക്തിയേറി വരികയും അവിടെ കാപ്പി തിരിതെടുത്ത് പൂക്കുകയും ചെയ്യുന്ന രീതിയാണ്. മറ്റേതുള്ളത് കാപ്പിയുടെ മുകളിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സൂര്യപ്രകാശം വന്ന് വീഴേണ്ട ഭാഗം തെളിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് പ്രകാശം തട്ടി കാപ്പി വളരാൻ അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇവിടെ വന്ന് മൂടുകയും ചെടിയുടെ വളർച്ചയെ അത് ബാധിക്കുകയും ചെയ്യും. ഏതാണ്ട് 9 ഇഞ്ച് വ്യാസത്തിൽ എങ്കിലും സൂര്യപ്രകാശം തട്ടത്തക്ക രീതിയിൽ തെളിച്ചു കൊടുക്കുന്ന ഒരു പ്രക്രിയ കൂടി ഈ പ്രൂണിങ്ങിൻ്റെ ഭാഗമായിട്ട് അനുവർത്തിക്കുന്നുണ്ട്. ഇപ്പോൾ കാപ്പി കവാത്ത് നടത്തി തെളിച്ചിട്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. കാപ്പി ഒരു കാഴ്ചക്കാരെ ആകർഷിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും കടൽ കടന്നെത്തുന്ന വിദേശ സഞ്ചാരികളൊക്കെ ആകർഷിക്കാൻ പര്യാപ്തമായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും കാപ്പിയുടെ ആ ഒരു കാപ്പി പൂക്കുന്ന ഒരു സമയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മനോഹരമായിരിക്കും. സുഗന്ധപൂരിതമായ ഒരു അന്തരീക്ഷമായിരിക്കും. ഇപ്പം അതുപോലെ തന്നെയാണെങ്കിൽ കാപ്പി പലപ്പോഴും നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ പലരും കാപ്പി കുടിക്കുന്നുണ്ട്. പക്ഷേ ആ കാപ്പിയുടെ രുചിയും ഇപ്പോൾ നമ്മളിവിടെ വരുമ്പോൾ കഴിക്കുന്ന യഥാർത്ഥ കാപ്പിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. മറ്റേ ചിക്കറിയൊക്കെ ചേർത്തുള്ള കാപ്പിയാണ്. അപ്പോൾ കാപ്പി എന്ന് പറഞ്ഞാൽ ചിക്കറി ചേരേണ്ട ഒരു ഉൽപ്പന്നം തന്നെയാണ് എന്നാണ് പൊതുവെ വിശ്വസിക്കപ്പെടുന്നത്. ശരിയാണോ? കാപ്പി ചിക്കറി ചേരേണ്ടതാണ് എന്നൊരു വിശ്വാസം നമ്മുടെ ജനങ്ങളുടെ ഇടയിലുണ്ട്. ഒരുപക്ഷെ അതൊരു വാണിജ്യ വ്യവസായമായ രീതിയിൽ ചിന്തിക്കുമ്പോൾ അത് അത്യാവശ്യമായിരിക്കും. നാച്ചുറൽ കോഫി എന്ന് പറയുന്നത് അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരു അനുബന്ധ ഘടകങ്ങളും ചേർക്കാതെയാണ് ഞങ്ങളിവിടെ യൂസ് ചെയ്യുന്നത്. രുചിയുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. രുചിയുമായിട്ട് ബന്ധപ്പെട്ട് വെളിയിലുള്ള ആൾക്കാർക്കൊക്കെ ചിക്കറി ചേർന്നത് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നുന്നു. അഭിലാഷ് ചിക്കറി ചേരാത്ത കാപ്പിയാണ് കുടിക്കുന്നത്. തീർച്ചയായിട്ടും. അതാണോ ഈ സൗന്ദര്യത്തിൻ്റെ രഹസ്യം? അങ്ങനെയൊന്നുമില്ല. എന്തായാലും വളരെ നന്ദി ഞങ്ങളോട് സഹകരിച്ചതിൽ. കാപ്പിയെക്കുറിച്ചുള്ള കുറച്ച് വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചതിൽ വളരെ നന്ദി. ഹൈറേഞ്ചിൽ ഇപ്പോൾ കാപ്പിയുടെ വസന്തകാലമാണ്. വിലോലമായ മഞ്ഞിനൊപ്പം കാപ്പിപ്പൂക്കളുടെ സുഗന്ധവും ഒഴുകിവരുന്നു. ലോകമെമ്പാടുമുള്ള കാപ്പിപ്രിയരുടെ പ്രഭാതങ്ങളെ ഉത്സവഭരിതമാക്കിക്കൊണ്ട് കാപ്പി ഉണ്ടായി വരുന്ന വഴികൾ കാപ്പി എന്ന പേരുപോലെ തന്നെ രസകരമാവും. കാപ്പിയെ സ്നേഹിക്കുന്നവർക്കായി ഈ എപ്പിസോഡ് സമർപ്പിച്ചുകൊണ്ട് തൽക്കാലം ഞങ്ങൾ വിട പറയുന്നു. അടുത്ത ആഴ്ച മറ്റൊരു കഥയുമായി വീണ്ടും കാണാം.